മറ്റു രണ്ട് വാർത്തകൾ കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ടി.ടി.മാർക്ക് നേരെ വീണ്ടും ആക്രമണം. ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിലെയും ചെന്നൈ മെയിലിലെയും ടി.ടി.മാർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഒറ്റപ്പാലത്തും വടകരയിലും വെച്ചായിരുന്നു ആക്രമണം. ഐലൻഡ് എക്സ്പ്രസിലെ ടി.ടി.യെ ആക്രമിച്ച കേസിൽ കൊല്ലം സ്വദേശി അശ്വിൻ, സുഹൃത്ത് ആഷിഖ് എന്നിവരെയും ചെന്നൈ മെയിലിലെ ടി.ടി.യെ കയ്യേറ്റം ചെയ്തതിന് ആൻഡമാൻ സ്വദേശി മധുസൂദനെയും അറസ്റ്റ് ചെയ്തു. നവമി ദിനേശ് ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, നമുക്കറിയാം ഈ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്, ഒരു മാസം മുൻപാണ് ടി.ടി. വിനോദിന്റെ മരണം. വിനോദിനെ അതിഥി തൊഴിലാളി ക്രൂരമായി മർദ്ദിച്ചു പിന്നീട് ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം കഴിഞ്ഞ ദിവസവും ഇതേ രീതിയിൽ തന്നെ ടി.ടിക്ക് നേരെ ആക്രമണമുണ്ടായി. അവിടെയൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു ആക്രമണം. ഈ രണ്ട് സംഭവം, ഇന്ന് ഒറ്റപ്പാലത്തും വടകരയിലും ഉണ്ടായ രണ്ട് സംഭവത്തിന്റെയും കാരണം ഈ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണോ ഈ ടി.ടി.മാർക്ക് നേരെ ആക്രമണം ഉണ്ടായത്? നവമി, ടോം, ഈ ടി.ടി.മാർക്ക് നേരെയുള്ള ആക്രമണം തുടർക്കഥയാകുന്ന ഒരു സംഭവമാണ്. ഇന്ന് രണ്ട് ട്രെയിനുകളിലാണ് ഇത്തരത്തിൽ ടി.ടി.മാർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിനോദിന്റെ മരണമുണ്ടാക്കിയ ഞെട്ടല്, അതിനുശേഷം ഈ ടി.ടിമാരടക്കം ന്യൂസ് 18നോട് പ്രതികരിച്ചതായിരുന്നു. തങ്ങൾക്ക് നേരെ ഇത് മാധ്യമങ്ങളിൽ വാർത്ത വരാത്ത എത്രയോ സംഭവങ്ങൾ ദിനവും ഞങ്ങൾ നേരിടുന്നുണ്ട്, അതും വനിതാ ടി.ടിമാരുൾപ്പെടെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ യാത്രക്കാർ പലപ്പോഴും പെരുമാറുന്നത് എന്നൊക്കെ അവർ മാധ്യമങ്ങളിലൂടെ വന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എങ്കിൽ പോലും അത് കഴിഞ്ഞൊരു 2 മാസം പോലും ആയിട്ടില്ല. അതിനിടയിൽ ഇത് മൂന്നാമത്തെ വാർത്തയാണ് ഈ ടി.ടിമാർക്ക് നേരെയുള്ള അതിക്രമം. ഇവിടെ രണ്ട് സംഭവങ്ങളും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത, അതായത് ടിക്കറ്റ് എടുക്കാതെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത യാത്രക്കാരോട് ടിക്കറ്റ് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ മറ്റൊരു കമ്പാർട്ട്മെന്റിലേക്ക്, ജനറൽ കോച്ചിലേക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം അങ്ങോട്ടേക്ക് മാറിയിരിക്കൂ എന്ന് പറഞ്ഞതിനാണ് ഈ രണ്ട് സംഭവങ്ങളും ടി.ടിമാർക്കെതിരെ ആക്രമണമുണ്ടായത്. അതിൽ കോഴിക്കോടുണ്ടായ സംഭവം വനിതാ ടി.ടിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് രാവിലെ ആയിരുന്നു ഈ സംഭവം ഉണ്ടായത്. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിൻ വടക്കാഞ്ചേരിയിൽ എത്തിയപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ടി.ടിക്ക് നേരെ ആദ്യത്തെ ആക്രമണം ഉണ്ടായത്. അതിൽ കൊല്ലം സ്വദേശി അശ്വിനെയും പൊന്നാനി സ്വദേശി ആഷിഖിനെയും റെയിൽവേ പോലീസ് പിടികൂടുകയും പിന്നെ വടക്കാഞ്ചേരി പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. ടി.ടി ആയ യു.പി സ്വദേശി മനോജ് വർമ്മയെ ആയിരുന്നു ആദ്യം അശ്വിൻ ആക്രമിച്ചത്. ടിക്കറ്റ് റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന ആഷിഖിനോട് ടിക്കറ്റ് ആവശ്യപ്പെടുകയും ആ സീറ്റിലേക്ക് റിസർവേഷനാണ്, മറ്റൊരാള് അല്പസമയത്തിനുള്ളിൽ അടുത്ത സ്റ്റേഷനിൽ നിന്ന് കയറുമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അശ്വിൻ മാറിയിരിക്കാൻ തയ്യാറായില്ല. ടിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോഴാണ്, ടിക്കറ്റ് ഇല്ലാതെയാണ് യാത്ര ചെയ്തതെന്ന് പോലീസിന് ടി.ടിക്ക് മനസ്സിലാവുകയും ഇതിനെ തുടർന്നാണ് മാറിയിരിക്കാൻ ആവശ്യപ്പെട്ടത്, ഇല്ലെങ്കിൽ പിഴത്തുക അടയ്ക്കണമെന്ന്. ഇതിന്റെ പ്രകോപനത്തിലാണ് ടി.ടിനെ തള്ളിയിട്ട ശേഷം അശ്വിൻ ആക്രമിച്ചു. പിന്നീട് തള്ളിയിട്ട ശേഷം അശ്വിൻ ട്രെയിനിൽ നിന്നും മറ്റൊരു കമ്പാർട്ട്മെന്റിലേക്ക് ഓടി രക്ഷപ്പെട്ടത്. അപ്പോൾ തന്നെ അടുത്ത കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന മറ്റൊരു ടി.ടി ഷമ്മി രാജിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഷമ്മി രാജ് കാണുകയും ചെയ്തു ഈ അശ്വിൻ മറ്റൊരു കമ്പാർട്ട്മെന്റിലേക്ക് ഓടുന്നത്. ഉടൻ തന്നെ ഷമ്മി രാജ് ഈ അശ്വിനെ പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് ആ ടി.ടിയെ ആക്രമിച്ച ശേഷമാണ് അശ്വിൻ ഓടുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അശ്വിന്റെ സുഹൃത്ത് ആഷിഖിനെ കണ്ടെത്തിയത്. ആഷിഖാണ് പറഞ്ഞത് AC കോച്ചിലെ ബാത്റൂമിൽ അശ്വിൻ ഒളിച്ചിരിക്കുകയാണെന്ന്. പിന്നീട് ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന പോലീസിനെ വിവരം അറിയിച്ച് അവരെത്തി. ഈ ടി.ടിമാരും കൂടിയാണ് അശ്വിനെയും ആഷിഖിനെയും പിന്നീട് വടക്കാഞ്ചേരി പോലീസിന് കൈമാറിയത്. ഇവരുടെ ടി.ടിമാരുടെയും RPFന്റെയും പരിശോധനയിൽ തന്നെ ഇവരുടെ ബാഗിൽ നിന്നും കഞ്ചാവ് പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വടക്കാഞ്ചേരി പോലീസിന് കൈമാറിയിരിക്കുകയാണ് ഇവരെ രണ്ടുപേരെയും. കൊല്ലം സ്വദേശിയാണ് അശ്വിൻ, പൊന്നാനി സ്വദേശിയാണ് ആഷിഖ്. ഇങ്ങനെയാണ് ഇന്ന് രാവിലെ നടന്ന സംഭവം. മറ്റൊരു സംഭവം അത് കോഴിക്കോട് വെച്ചായിരുന്നു, വടകര ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം ഉണ്ടായത്. ചെന്നൈ മെയിൽ എക്സ്പ്രസിലായിരുന്നു. വനിതാ ടി.ടി.ഒ ആയ ആർദ്ര കെ അനിൽകുമാറിന് നേരെയാണ് അതിക്രമം ഉണ്ടായത്. അതും ഇതേ സമാനമായ രീതിയിൽ തന്നെയാണ്. ആൻഡമാൻ നിക്കോബാർ സ്വദേശിയായ മധുസൂദൻ നായരാണ് ടിക്കറ്റ് ഇല്ലാതെ ഈ വണ്ടിയിലെ റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തത്. ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് വനിതാ ടി.ടിക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ഈ വനിതാ ടി.ടിനെ തള്ളിയിട്ട ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തത്. ഉടൻ തന്നെ ഇവർ പോലീസിന്റെ വിവരം അറിയിച്ചു. പിന്നീട് ട്രെയിൻ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് മധുസൂദനെ പോലീസ് RPF ഉദ്യോഗസ്ഥർ പോലീസിന് കൈമാറിയത്. ടോം,
നവമി, ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ടി വിനോദിൻ്റെ മരണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടിമാർക്ക് നേരെ ആക്രമണം ഉണ്ടായതൊക്കെ നിരവധി റിപ്പോർട്ട് ചെയ്തു. ചില കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത നിരവധി കേസുകളുമുണ്ട്. ഇങ്ങനെ ഈ ടിമാർക്ക് ആര് സുരക്ഷ ഒരുക്കുമെന്ന ഒരു ചോദ്യം ഉയരുകയാണ്. കാരണം ഒട്ടുമിക്ക ദിവസങ്ങളിലും പ്രത്യേകിച്ച് ഇതര സംസ്ഥാനക്കാരുടെ ആക്രമണത്തിന് ഇരകളാകുന്നു. നമ്മുടെ ട്രെയിനുകളിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന പലരെയും കാണാൻ കഴിയും. അത് ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഈ ടിമാരുടെ ഒരു നിലപാടെന്താണ്? ഈ വിഷയത്തിൽ അവർക്ക് വേണ്ട രീതിയിൽ സുരക്ഷ കിട്ടുന്നില്ല, സുരക്ഷ ഒരുക്കുന്നില്ല എന്ന പരിഭവം ഈ വിനോദിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്ന് ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഒരു ദിവസം തന്നെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 2 സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഒരു ശക്തമായ നടപടിയിലേക്ക്, ഒരു പ്രതിഷേധത്തിലേക്ക് മറ്റോ ഇവർ ഒരുങ്ങുന്നുണ്ടോ? എന്താണ് ഇവരുടെ നിലപാട്? ഇത്തരത്തിൽ ട്രെയിനുകളിൽ അത് സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ടിമാർക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോഴൊക്കെ ഇവർ ആവർത്തിച്ച് പറയുന്നത്, അല്ലെങ്കിൽ സമൂഹം ആവർത്തിച്ച് പറയുന്നത്, സ്ത്രീകൾക്ക് ട്രെയിനുകളിൽ സുരക്ഷ ഒരുക്കണം. അന്ന് മുതൽ ഈ സൗമ്യ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ആവർത്തിക്കുന്നതായിരുന്നു ട്രെയിനുകളിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കണം, അല്ലെങ്കിൽ ട്രെയിനുകളിൽ പോലീസിന്റെ ഒരു നിരീക്ഷണം, RPF ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം ഉണ്ടാകണം. എല്ലാ കമ്പാർട്ട്മെന്റിലും എല്ലായ്പ്പോഴും ഇവരുടെ നിരീക്ഷണം, അത് രാവിലെ ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ, നിരീക്ഷണം ഉണ്ടാകണമെന്ന് ആവർത്തിച്ച് പറയുന്നതാണ്. ഈ വിനോദിന്റെ മരണത്തിലടക്കം ആ സംഭവത്തിന് ശേഷവും ടിമാര് നിരവധി തവണയാണ് എല്ലാ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ നിയമ സംവിധാനത്തിനോടൊക്കെ അവർ പറഞ്ഞതാണ് തങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യാൻ പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനുകളിൽ സഞ്ചരിക്കുന്നവരോട് ടിക്കറ്റ് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ പിഴ അടയ്ക്കാൻ ആവശ്യപ്പെടുക. പിന്നീട് അവർ ചെയ്യുന്നത് കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് തങ്ങളെ ആക്രമിക്കുക, അല്ലെങ്കിൽ തങ്ങളെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുക, അല്ലെങ്കിൽ തങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന സാഹചര്യമാണ്. പലപ്പോഴും ഇത് പരാതിപ്പെടാൻ കൃത്യമായ ഒരു പോലീസുകാർ പോലും ആ ബോഗിയിൽ ഉണ്ടാകില്ല. അടുത്ത സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തുന്നത് വരെ തങ്ങൾ കാത്തിരിക്കണം. കൃത്യമായി ഇത് പരാതിപ്പെട്ടാൽ തന്നെയും പോലീസ് എത്തുന്നതിന് വേണ്ടി ചില കാലതാമസം നേരിടുന്നു. ഇതൊക്കെ പലപ്പോഴും പല തവണ ഇവർ പറയുന്നതാണ്. പക്ഷേ കൃത്യമായൊരു നടപടി എടുക്കാൻ ആരും തന്നെ തയ്യാറാകുന്നില്ല. അതെന്തുകൊണ്ടാണെന്നാണ് ടിമാർ ചോദിക്കുന്നത്. തങ്ങളുടെ ജീവന് ഇത്ര മാത്രമേ ഉള്ളൂ വില, തങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ പോലും കഴിയാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണെന്ന് അവർ ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ തന്നെ ഈ വനിതാ ടിക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെയും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. അടുത്തൊരു സ്റ്റേഷനിലേക്ക് നിർത്തിയാൽ മാത്രമേ പോലീസിനെ വിവരം അറിയിച്ച് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ അല്ലെങ്കിൽ പ്രതിയെ കൈമാറാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ. അതും ഒരു വനിതയാണ്. ഇവിടെ ആയിക്കോട്ടെ ഈ പുരുഷനായിട്ടുള്ള ഒരു ടിക്ക് പോലും ആ ആക്രമണത്തിനെ എതിർത്ത് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരികയാണ്. എന്തായാലും ട്രെയിനുകളിൽ പൂർണ്ണമായും ഒരു നിരീക്ഷണം ടിമാരുടെ ആയിക്കോട്ടെ യാത്രക്കാരുടെ ആയിക്കോട്ടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോഴും അത് വിദൂരമായി തന്നെ നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിച്ചതുപോലെ യാത്രക്കാരുടെ സുരക്ഷയ്ക്കൊപ്പം തന്നെ ടിമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും റെയിൽവേക്കുണ്ട്. കാരണം ഇത്തരം സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത് ഈ ടിമാരുടെ ജീവന് തന്നെ ഭീഷണിയാകും എന്ന മുന്നറിയിപ്പ് കൂടി റെയിൽവേ അധികൃതർ ആ മുന്നറിയിപ്പായിട്ട് തന്നെ കാണണം.